ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ സഭാരാധനയുടെ നടുവിൽ സങ്കീർത്തനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനും ഇവിടെ ആയിരിക്കുന്ന കർത്താസനും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ സഭാരാധനയ്ക്ക് നമ്മളെ കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെന്തോ ഒരു ഗൗരവമുള്ള മുഖത്തോടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യർ വാക്ക് പറഞ്ഞാലും മാറി നിൽക്കും, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സകല വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ കഴിവുള്ളവനാവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ അല്പസമയം മുമ്പ് പാട്ട് പാടിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നെ എന്നിൽ കവിഞ്ഞ് ഓർത്തിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സഭാരാധന കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ടീച്ചറുടെ വീട്ടിൽ ഒരു കൊച്ചു റൂമിനകത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ആമേൻ സഹോദരങ്ങളും ആമേൻ 2-3 കുടുംബങ്ങളെല്ലാം കൂടെ കൂടി അങ്ങനെ ആമേൻ ആരാധന സഭയുടെ ആരാധന കഴിഞ്ഞിട്ടാണ് ഓടുന്നത്. പ്രൈസ് ദി ലോർഡ്. നൈറ്റ് പ്രയർ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഏറ്റവും ഒരു ഫേവറേറ്റ് പാട്ടായത്. പ്രൈസ് ദി ലോർഡ്. ഇത് പാടി ഞങ്ങൾ ആരാധിച്ചിട്ടുണ്ട്, ഇത് പാടി ഞങ്ങൾ ഹല്ലേലൂയ നിലവിളിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് ഇതിന്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സകല വിഷയങ്ങൾക്കും മറുപടി നൽകുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവന്റെ മക്കളെങ്കിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പിതാവെങ്കിൽ നമ്മുടെ മനോഗതങ്ങൾ അറിയുന്നവനവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആമേൻ നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നന്നായി വായിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ ഒരു ന്യൂസ് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു സ്കൂളിലെ ടീച്ചർമാരെല്ലാം കൂടെ ആമേൻ ഒരു സന്തോഷ യാത്ര പോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ തിരിച്ചു വന്നത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവർ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ അനർത്ഥത്തിൽപ്പെട്ട് ഹല്ലേലൂയ ജീവൻ നഷ്ടപ്പെട്ട് മടങ്ങി വരേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭവനങ്ങളിൽ ദുഃഖം കയറി ഇറങ്ങുമ്പോൾ ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ വെടിക്കല്ല. പ്രൈസ് ദി ലോർഡ്. അനർത്ഥദൂതൻ ഹല്ലേലൂയ അവൻ പലപ്പോഴും നമ്മളെ ഉന്നം വെച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഒരുവന്റെ രക്തം നമ്മുടെ തളിക്കപ്പെട്ടത് കൊണ്ട് പലപ്പോഴും അവൻ അതിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്നത് നമ്മുടെ ആമേൻ ഹല്ലേലൂയ കഴിവൻ കേട്ടോ. അവൻ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടത്രേ. ഹല്ലേലൂയ. രാത്രി ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആനന്ദത്തോടെ ഹല്ലേലൂയ കർത്താവേ ഇത്രത്തോളം നീ എനിക്ക് ചെയ്തിട്ടും ആമേൻ ഹല്ലേലൂയ പകരം എന്ത് ചെയ്താലും മതിവരത്തില്ല. ഒരു കാര്യം ഞാൻ ചെയ്യും. ആമേൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് നിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിപ്പോകുമെന്നേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സ്വർഗ്ഗം മറുപടി തരുമെന്നേ. ഹല്ലേലൂയ. നാം ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ആമേൻ. 72-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ച് അവയെ പാടിയത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ശലോമോന്റെ ഒരു സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ ഒരു സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. 150 സങ്കീർത്തനങ്ങളിൽ 2 സങ്കീർത്തനങ്ങൾ ശലോമോന്റെ പേരിൽ അറിയപ്പെടുന്ന. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആമേൻ 72-ാം സങ്കീർത്തനവും മറ്റൊന്ന് 127-ാം സങ്കീർത്തനവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ 72-ാമത്തെ സങ്കീർത്തനത്തിൽ ആമേൻ അതിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: ഇശ്ശായിപുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഹല്ലേലൂയ ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. എന്നാൽ ആമേൻ ഇതിനെ പൂർത്തീകരിച്ചത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശലോമോൻ എന്ന പണ്ഡിതന്മാർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത ആമേൻ ഹല്ലേലൂയ തന്റെ മകന് രാജത്വത്തെ കൈമാറുമ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 72-ാം സങ്കീർത്തനം. ആമേൻ ഹല്ലേലൂയ. അക്ഷരീയമായി അതിന്റെ വാക്യങ്ങൾ ആമേൻ ശലോമോനെ ദാവീദ് വർണ്ണിക്കുകയാണെങ്കിലും
അതിന്റെ പിറകിൽ ആമേൻ ഹല്ലേലൂയ വെളിപ്പെടാനുള്ള മശിഹയെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അടങ്ങിയത് കൊണ്ട് ഇത് മശിഹായിക സങ്കീർത്തനം എന്നും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവചനാത്മാവിൽ ദാവീദ് ആമേൻ സ്വർഗീയ സാന്നിധ്യത്തെ ആമേൻ അവിടെ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. 6-ാം വാക്യം വന്നപ്പോൾ അവൻ വിളിച്ചു പറയുക: അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 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 നമ്മുടെ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ അവർ ആമേൻ പറയാറുണ്ട്, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഈ ചൂടിന് ഒരു ആശ്വാസം ആമേൻ ഹല്ലേലൂയ കിട്ടുമായിരുന്നു എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു മഴയെ കുതിക്കുന്ന ആമേൻ നിമിഷങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ ദാവീദ് ഏത് മഴയെ കുറിച്ചാ ആമേൻ എഴുതി വച്ചിരിക്കുന്നത്? അവൻ എഴുതി വച്ചിരിക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ ആമേൻ ദൈവീക സാന്നിധ്യം എന്ന മഴയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ അതത് തരം ആമേൻ വൃക്ഷങ്ങൾ ആമേൻ ഭൂമിയിൽ നിന്ന് മുളച്ചു വരണമെങ്കിൽ ആമേൻ അതിനൊരു മഴയേൽക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ആമേൻ ആ വൻമഴ ഈ സഭയ്ക്കകത്തൊന്ന് പെയ്താൽ ആമേൻ ആ വൻമഴയിൽ നീ ഒന്നിറങ്ങി നനഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ അവിടെ ഒരു ആത്മീയ മർമ്മമുണ്ട്. എന്തെന്നറിയോ? ആമേൻ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന മുളകൾ ഈ മഴയാൽ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ നിന്റെ നന്മയുടെ വാതിലുകളെ തുറക്കുവാൻ ആമേൻ ഈ ദൈവീക മഴയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അക്ഷരീയമായി ഒരിക്കൽ ആമേൻ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയും മഞ്ഞും പെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? ആമേൻ ഹല്ലേലൂയ. ആമേൻ. ദൈവീക വാഗ്ദത്തങ്ങളും ദൈവീക കൽപ്പനകളും ഉള്ള ഒരു ജാതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇസ്രായേലിന്റെ ഏക ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കൽപ്പന നിലനിൽക്കുമ്പോൾ ആമേൻ പൈശാചിക വശീകരണത്താൽ അവരുടെ ഹല്ലേലൂയ മനസ്സിനെ കുരുടാക്കിക്കൊണ്ട് ആമേൻ ദൈവത്തിൽ നിന്ന് പൈശാചികനെ അകറ്റി ആമേൻ ബാലിനെ ആമേൻ ഹല്ലേലൂയ പ്രണമിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ആമേൻ ഹല്ലേലൂയ. പിന്നീട് ഇസ്രായേൽ പറയുക, ബാലാണ് മഴ പെയ്യിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർഭത്തിൽ ഏലിയാവ് ചെന്നിട്ട് പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതല്ലാതെ ആമേൻ ഏലിയാവ് പറഞ്ഞതല്ലാതെ എന്ന് അവിടെ പറയുമ്പോൾ ഈ ഏലിയാവിനെ കൊണ്ട് പറയിപ്പിച്ചവൻ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു ആമേൻ ഞാൻ പറഞ്ഞതല്ലാതെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വെല്ലുവിളിയോടെ ചെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ആഹാബിന്റെ മുമ്പിൽ അവൻ ധൈര്യത്തോടെ നിന്ന് അവൻ വെല്ലുവിളിച്ചു പറഞ്ഞു, ഈ മഴ ഇനി പെയ്യണമെങ്കിൽ അവൻ ഞാൻ പറയണം. പ്രൈസ് ദി ലോർഡ്. അവൻ കാലഘട്ടം കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ജനം ശരിക്കും തിരിച്ചറിയുന്ന നിലവാരത്തിൽ ഇസ്രായേലിന്റെ ദൈവം ആരാന്ന് അവിടെ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് നമ്മൾ അവൻ വായിക്കുമ്പോൾ അവൻ സ്തോത്രം അവൻ ഏലിയാവിനെ കാണുവാൻ കഴിയുന്നത് എന്തെന്നറിയോ? അവൻ ഏലിയാവ് അവൻ ഹല്ലേലൂയ കർമ്മേൽ പർവ്വതത്തിൽ കയറി അവൻ മുഴങ്കാലുകൾക്കിടയിൽ അവൻ ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ കുനിഞ്ഞ് അവൻ വീട് നമസ്കരിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ ദൈവീകമായിട്ടുള്ള ആ വൻമഴയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അവൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഒരിക്കലും അവന് പ്രതീക്ഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഏലിയാവ് അവിടെ ആമേൻ ആ അധ്യായത്തിൽ കാണുന്നത് ആമേൻ 7 പ്രാവശ്യം ബാല്യക്കാരനോട് പറഞ്ഞു, നീ ആമേൻ ചെന്ന് നോക്ക് അവൻ എന്തെങ്കിലും കാണുന്നുണ്ടോ. പ്രൈസ് ദി ലോർഡ്. 7 പ്രാവശ്യം ഇവൻ പോയി നോക്കി. 1-ാമത്തെ പ്രാവശ്യം എന്റെ ഭാവനയിലാണ് അവൻ വളരെ ആഗ്രഹത്തോടെ പോയിക്കാണും. കാരണം പറഞ്ഞത് ഏലിയാവല്ലേ. ആമേൻ ഹല്ലേലൂയ. കാരണം ഏലിയാവിനെ അതിനു മുമ്പേ അറിയാം. എങ്ങനെയാ? അവൻ അല്പം മുമ്പ് ഗെദ്രോൻ തോട്ടിന്റെ
കരയിൽ കുറെ എണ്ണത്തിനെ വെട്ടി വീഴ്ത്തി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യത്തെ കണ്ട് അവൻ ബാലിന്റെ പ്രവാചകന്മാർ അവിടെ തീർന്നു. അവൻ അവൻ അത് കണ്ടിട്ട് ഹല്ലേലൂയ ബാല്യക്കാരൻ ചിന്തിച്ചു കാണും. അവൻ ഒന്നാമത്തെ പോക്കിൽ തന്നെ അവൻ ഏലിയാവ് പറഞ്ഞ് എന്തെങ്കിലും കാണാം. പോയി കണ്ടില്ല. അവൻ വീണ്ടും മടങ്ങി വന്നു. വീണ്ടും പോയി കണ്ടില്ല. രണ്ടാം പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോഴും അവൻ ഒന്നും കണ്ടില്ല. അവൻ എന്റെ ഭാവനയിലാണ് ഇവൻ നാലാമത് പോകുന്നത് വളരെ സ്ലോവിലായിരിക്കും. ആദ്യത്തെ 3 പ്രാവശ്യം വളരെ സ്പീഡിൽ പോയിക്കാണ്. നാലാമത്തെ പ്രാവശ്യത്തിൽ ഇവൻ എന്തെങ്കിലും കാണുമെന്നാണ് പറഞ്ഞ് അങ്ങോട്ട് പോയത്. പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നീട് അവിടെ നിന്ന് വരുന്ന വരവും സ്തോത്രം എൻ്റെ ഭാവനയിലാണ് അവൻ അതേപോലെ തളർന്ന് വരുന്ന. ഇങ്ങനെ 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7-മതും അവനൊരു പ്രതീക്ഷയില്ലാത്ത പോക്കാണ് പോകുന്നത്. അവൻ ആ പോക്കിൽ അവൻ പോയി നോക്കിയപ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, അവൻ മനുഷ്യന്റെ കരം പോലൊരു കൈപ്പത്തി അവിടെ ഉയർന്നു വരുന്നു. അവൻ സ്തോത്രം. അങ്ങോട്ട് പോയവൻ വളരെ സ്ലോവിലാ പോയത്, പ്രതീക്ഷയില്ലാതെ പോയതാ. ഇത് കണ്ടിട്ട് തിരിച്ചു വരുന്നവൻ എന്തായാലും എൻ്റെ ഭാവനയിലാണ് അവനൊരു 100 മൈൽ സ്പീഡിൽ ഓടി ദൈവദാസന്റെ അരികിൽ വന്നിരിക്കും. അങ്ങോട്ട് 7-മത്തെ പ്രാവശ്യം അവൻ തളർന്നു പോയവൻ ഇങ്ങോട്ട് ഹല്ലേലൂയ 7-മത്തെ വരവ്, 100-ൽ വരവ്. എന്തെന്നറിയോ, അവൻ ഞാൻ 6 പ്രാവശ്യം കാണാത്ത ഒന്ന് കാണുന്നുണ്ട്. അവൻ ഒരു കൈപ്പത്തി കാണുന്നുണ്ട്. അവൻ ഏലിയാവിന് മനസ്സിലായി ആ കൈപ്പത്തിക്കുള്ളിൽ ഇത്രയും കാലം ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ചോദ്യങ്ങൾക്കും മറുപടിയായ ഒരു വൻമഴയുടെ വരവ്, അതിന്റെ മുഴക്കം. മുഴങ്കാലുകൾക്കിടയിലുണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവഭക്തന്റെ ചെവിക്കുള്ളിൽ ഇരച്ചൽ പോലെ കയറിയപ്പോൾ അവന് മനസ്സിലായി ഇനി പെയ്യാൻ പോകുന്ന മഴ, ഇത്രയും നാൾ ഇവർ കാത്തിരുന്ന ആ വൻമഴയുടെ ധ്വനിയ. അതുവരെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു ഏലിയാവ് ചാടി എണീറ്റിട്ട് ആഹാബിന്റെ രഥത്തെക്കാൾ അതിവേഗതയിൽ ഓടിയെങ്കിൽ ഇന്ന് രാത്രി ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. അത് എപ്പോഴും പെയ്യുന്ന മഴയല്ല, പിന്നെയോ നിന്റെ സമയമായി ദൈവം നിശ്ചയിക്കുന്ന നേരത്ത് ആ മഴയുടെ മുഴക്കം നിന്റെ ചെവികളിലെത്തും. എന്ന് വെച്ചാൽ തളർന്ന് ക്ഷീണിച്ച് ഇനിയില്ല എന്ന് നീ നിലച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ മുഴങ്ങാൻ മടക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയുടെ മുഴങ്ങാൻ മടക്കുന്നവരാണെങ്കിൽ നിശ്ചയം ആ മഴയുടെ മുഴക്കം നിനക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദാവീദ് വിളിച്ചു പറയുക, അരിഞ്ഞ പുൽപ്പുറത്തു പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. ഈ മഴ എപ്പോഴും പെയ്യത്തില്ല. സവാരാധന ശ്രദ്ധിച്ചു നോക്കണം. ചില ആഴ്ചകളിലെ ആരാധന എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ തീരെ അങ്ങ് കത്തുകയാണ്. അന്നേരം എന്തുകൊണ്ടാണ് സ്തോത്രം എന്റെ ഭാവനയിലാണ്. അതെന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറയും, കർത്താവേ ഇന്ന് രാത്രിയിൽ നീ ഇറങ്ങി വരുമ്പോൾ എന്നെ തൊട്ടിട്ട് വേണം മടങ്ങി പോകാൻ. നീ വരുമ്പോൾ എന്റെ ശിരസിൽ നിന്റെ കരം വച്ചേ പറ്റത്തുള്ളൂ. ജോലിയുടെ ഭാരം കഴിഞ്ഞ്, ജോലിയുടെ അവസ്ഥകൾ കഴിഞ്ഞ് ശരീരം ക്ഷീണമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതെങ്കിലും നീ തൊടാതെ മടങ്ങരുത്. ആർത്തിയോടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് നോക്കിക്കേ. ആർത്തിയോടെ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ വന്നിരുന്ന ആ നിമിഷം മുതൽ ഉള്ള ദാഹിച്ച് കർത്താവേ ഇന്ന് രാത്രിയിൽ എന്റെ ഇടത്തിരിക്കുന്നവരെ തൊട്ടോ എനിക്ക് വിഷയമില്ല, എന്റെ വലത്തിരിക്കുന്നവരെ തൊട്ടോ എനിക്ക് വിഷയം, പക്ഷെ ഇന്ന് രാത്രി എന്നെ തൊട്ടേ നീ മടങ്ങാവൂ. കാരണം നിന്റെ കരം എന്റെ ശിരസിൽ വയ്ക്കാതെ ഈ ഹോം വിട്ട് ഞാൻ മടങ്ങുവാൻ നീ എനിക്ക് ഇടവരുത്തരുതെന്നുള്ളൊരു വാഴ്ചയും
അതിനെ ചികഞ്ഞു നോക്കും. എന്തെങ്കിലും ഊനമുണ്ടോ? അവൻ കാരണം അവൻ ഇത് മറച്ചു വെച്ച് ഇത് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് പുരോഹിതന് കേട്, അവൻ കൊണ്ടുവരുന്നവന് കേടില്ല. പക്ഷേ ആ പുരോഹിതൻ എന്താ ചെയ്യുക? അടിമുടി അവൻ പരിശോധിക്കും. ഊനമില്ല എന്ന് മനസ്സിലാക്കിയോ ആ യാഗപീഠത്തിലേക്ക് ദഹിപ്പിക്കും. അങ്ങനെയെങ്കിൽ രാത്രി ഹല്ലേലൂയ അവൻ കാളകളുടെയും അവൻ ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിൽ പ്രസാദിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരനിൽ കൂടെ വിളിച്ചു പറഞ്ഞവൻ അവൻ പറയുക, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ എന്റെ കർത്താവേ അവൻ ഹല്ലേലൂയ ഈ പട്ടണത്തിൽ ഞാൻ ജീവിക്കുന്നത്, ഈ പട്ടണത്തിൽ ഞാൻ കുടുംബമായി ജീവിക്കുന്നത്, അവൻ ഈ പട്ടണത്തിൽ എന്റെ തലമുറകളോടൊപ്പം ജീവിക്കുന്നത് നിന്റെ ദയയല്ലാതെ മറ്റൊന്നുമല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ലോ. അവൻ നിന്നാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. അവൻ അങ്ങനെ സമർപ്പണത്തോടെ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നു. അന്ന് രാത്രി വൻമഴ പെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എന്ത് യോഗ്യതയാണ് കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഇപ്പം ഹല്ലേലൂയ കുടുംബമായി വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. ആമേൻ. എന്നോട് കൂടെ പഠിച്ചവർ ഇന്നും ആമേൻ പാസ്പോർട്ട് എടുത്ത് കൈവച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഗൾഫിലേക്ക് ആരും പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു ഫ്ലൈറ്റ് കയറി ഈ രാജ്യത്തേക്ക് വരാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അത് മാത്രമല്ല പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കുടുംബത്തോടൊപ്പം നീ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കൃപ തന്നല്ലോ. ആമേൻ. എന്തെങ്കിലും കഴിവോ യോഗ്യതയല്ല പ്രിയമുള്ളവര്. ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ഞാൻ ആരെ സേവിക്കുന്നു എന്ന്, ഞാൻ ആരെ ആരാധിക്കുന്നു എന്ന്, ഞാൻ ആരെ വണങ്ങുന്നു എന്ന്. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്ന്, എന്റെ ദൈവം ജീവനുള്ള ദൈവമോ, എന്റെ ദൈവം അവൻ മൗനമായിരിക്കുന്നവരല്ല, അവൻ തന്റെ ഭക്തനോട് ദയ കാണിക്കുന്നവനാ എന്റെ ദൈവം. രാത്രി ഉള്ളം ഒന്ന് കലങ്ങി അവൻ ഒന്ന് നിലവിളിച്ചോ ആ സ്പോട്ടിൽ ഇറങ്ങി വരുന്നവനാണ് എന്റെ ദൈവം. രാത്രി ആ ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേ സങ്കീർത്തനത്തിൽ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം അതിന്റെ 17ാമത്തെ വാക്യം. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യനിടത്തോളം നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ അവനെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകലജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. യെസ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. ഹല്ലേലൂയ. അതിന്റെ 19ാമത്തെ വാക്യം കൂടെ ചേർത്ത്. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദാവീദ് എഴുതിയത് ശലോമോനെ പറ്റിയാ. പക്ഷേ പ്രവചനാത്മാവിൽ ആ ഒരു നാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന അതുല്യമായ നാമത്തെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്താ? അവന്റെ നാമം എന്നേക്കും ഇരിക്കും. ആമേൻ. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം കാലം ആമേൻ നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. രാത്രി ഹല്ലേലൂയ അവൻ പ്രവചനാത്മാവിൽ എഴുതുക, അവൻ എന്നേക്കും ഇരിക്കുന്ന നാമം, അവൻ എന്നേക്കും നിലനിൽക്കുന്ന നാമം, അനുഗ്രഹിക്കപ്പെടുന്ന നാമം. രാത്രി ഹല്ലേലൂയ ഞാനും നിങ്ങളും ഹല്ലേലൂയ ഈ ആലയത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുവാൻ കാരണം ആ നാമത്തിന്റെ പ്രത്യേകത കൊണ്ട്. അവൻ ഹല്ലേലൂയ എന്താണ് ആ നാമത്തിന്റെ പ്രത്യേകത? സകല പാപത്തെ കഴുകിക്കളയുമോ ആ നാമത്തിന് ശക്തിയുണ്ട്. അവൻ ഹല്ലേലൂയ തീർന്നോ ഇല്ല. അവൻ സ്വർഗം സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ മനുഷ്യന്റെ അവൻ സകല നാഡീ ഞരമ്പുകളും സൃഷ്ടിച്ചവന് ആ ശരീരത്തിന്മേൽ രോഗസൗഖ്യം കൽപ്പിക്കുവാൻ ആ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവൻ ശാരീരികമായ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ യേശു ക്രിസ്തുവിന്റെ നാമം അവൻ സകല രോഗങ്ങൾക്കും മതിയായ നാമമോ. ഇന്ന് രാത്രി നിന്റെ ആന്തരിക അവയവങ്ങളെ ഉരുവാക്കിയവന്റെ നാമം, പരിശുദ്ധ നാമമോ, ആ
അദൃശ്യ നേത്രങ്ങൾ കൊണ്ട് അവനെ കാണുവാൻ കഴിയാത്ത, അവൻ ദൃശ്യമായി കാണുവാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ഭൂതവേദ പിശാചുകളെ അവൻ പുറത്താക്കുവാൻ കഴിയും. അവൻ ഹല്ലേലൂയ. അവൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അവൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നീ ഉറങ്ങുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ അതിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വേറെയോ. അവൻ കാരണം നീ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ അവൻ ഹല്ലേലൂയ നീ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. അവൻ നീ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നിന്റെ ചിന്താമണ്ഡലങ്ങൾ വേറെ ഒരിടത്തേക്ക് പോകുന്നുവെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വേറെയോ. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു അവൻ യേശുക്രിസ്തുവിന്റെ നാമം അതിനെ ഒക്കെ പുറത്താക്കുവാൻ കഴിവുള്ള നാമം. ഹല്ലേലൂയ. തീർന്നില്ല. അവൻ ഹല്ലേലൂയ. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ജാതികൾ പ്രത്യാശ വയ്ക്കുന്ന നാമം. ഇന്ന് രാത്രിയിൽ അവൻ നമ്മളെല്ലാം ജാതികളായിരുന്നു. ക്രിസ്തോ പാരമ്പര്യം കൊണ്ട് യഹൂദരായിരിക്കുന്നവരാരും ഇതിനകത്തില്ല. അവൻ നമ്മുടെ ഒരു പ്രത്യാശയുടെ നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തിന്റെ വില എന്ന് പറയുന്നത് അവന്റെ രക്തമാ. ക്രിസ്തോ ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടോ ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പലസ്തീനിൽ ആമേൻ ഹല്ലേലൂയ അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നത് സകല മഹാന്മാരുടെയും സകല മതത്തിന്റെയും ഉടമസ്ഥരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ എന്റെ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നത് ആ നാമത്തിന്റെ ശക്തി കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. അടുത്തൊരു കാര്യം അവൻ പ്രതിഫലം തരുന്ന നാമമോ. ഇന്ന് രാത്രി ഹല്ലേലൂയ വചനം പറയുന്നു നിന്റെ ഭക്തന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു നീട്ടിയാൽ പോലും അവന്റെ നാമത്താൽ ആമേൻ ഹല്ലേലൂയ ആ നാമം നിമിത്തം നീ ചെയ്യുന്നതൊക്കെയും പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ അത്ര പരിശുദ്ധമായ നാമമോ നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു എന്ന നാമം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ നാമത്തിന്റെ അരികിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ആ നാമത്താലല്ലേ നാം വിടുവിക്കപ്പെട്ടത്. ആ നാമത്താലല്ലേ നാം രക്ഷിക്കപ്പെട്ടത്. ആ നാമത്തിന്റെ ശക്തി കൊണ്ടല്ലേ അവൻ അത്യുജ്ജലമായ സ്വർഗീയ പിതാവിനെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അവന്റെ മക്കളോ എന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ആ സർവശക്തനായ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, രാത്രി ഞാൻ നിങ്ങളും വളരുന്ന നാമം നിസ്സാര നാമമല്ല. ആ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമത്തിന് ഹല്ലേലൂയ ബലമുണ്ട്. രാത്രി ഹല്ലേലൂയ ഉള്ളം തുറന്നു വിളിക്കുന്ന ഭക്തന്റെ സന്നിധിയിലേക്ക് ഓ ഹല്ലേലൂയ നിന്റെ യാതുലകളെ അറിയുന്ന നിന്റെ ശരീരത്തിന്റെ അവസ്ഥയെ അറിയുന്ന നിന്നെ നന്നായി അറിയുന്ന എന്തിനു പറയുന്നു സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ എന്റെ കർത്താവ്. അവൻ ജീവനുള്ള ദൈവമോ. രാത്രി അവനത്ര നമ്മുടെ നടുവിലുള്ളത് രാത്രി ആ നാമത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ. അവൻ സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയാമോ സൂര്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന നാമം. ഹല്ലേലൂയ. അവൻ സർവ്വ മുഴങ്കാലം വഴങ്ങുന്ന നാമം. അവൻ എന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നൽകുന്ന നാമം. ആ നാമത്തെ ഞാൻ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അവൻ നീ ആ നാമത്തെ ഒന്ന് മുറുകെ പിടിച്ച് നിന്റെ വിഷയങ്ങൾ പടിപടിയായി തുറക്കുന്നത് കാണാൻ കഴിയും. ഓ ഹല്ലേലൂയ. പഴയ നിയമപുസ്തകം എഴുതി വച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം അവന്റെ പെട്ടവും കൊണ്ട് അവൻ ശത്രു രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ശത്രുവിന്റെ ദേശത്തേക്ക് കടക്കുമ്പോൾ അവരുടെ സൈന്യബലം കൊണ്ടല്ല പിന്നെയോ ആ പെട്ടകത്തിൽ വെളിപ്പെടുന്ന ഒരു നാമമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ നാമത്തെ വഹിച്ച് നീ എവിടെ യാത്ര ചെയ്താലും നിന്നെ വിടുവിപ്പാനും നിന്നെ രക്ഷിപ്പാനും അസാധ്യങ്ങളെ തുറക്കുവാൻ കഴിവുള്ള നാമം. ഇന്ന് രാത്രി നമ്മൾ പാടിയില്ലേ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ ദാവീദിന്റെ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഉടമസ്ഥനായവൻ. അവൻ തുറന്നാലത് ആരും അടയ്ക്കുകയില്ല. നിനക്ക് വേണ്ടി എന്റെ കർത്താവ് തുറന്ന ഒരു പൈശാചിക ശക്തിക്കും ആ നന്മയെ അടയ്ക്കുവാൻ കഴിയില്ല. ഇന്ന് രാത്രി നീ പറ എന്റെ ജീവിതത്തിലെ നന്മകൾക്ക് അവൻ ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറക്കുകയോ. Glory to Jesus.
ഹല്ലേലൂയ. ആ നാമത്തെ നമുക്ക് മുറുകെ പിടിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവസം